മത്വിന അന്യത് ന ഇച്ഛതി. ഓർത്തിരുന്നാൽ നന്നായിരിക്കും എന്നർത്ഥം. ഏകാദശത്തിലെ 14 ഓർക്കാൻ എളുപ്പമുണ്ട് എന്നർത്ഥം. 14 ഇവിടെ എന്താ പറഞ്ഞത്? മയ്യ അർപ്പിതാത്മാ, എന്നിൽ പൂർണ്ണമായിട്ട് മനോബുദ്ധിയാദികളെ സമർപ്പിച്ചയാള് മത്വിന, ഞാനല്ലാതെ അന്യത് മറ്റൊന്നും ന ഇച്ഛതി. ക്ലിയർ? പിന്നെ ഭഗവാനിൽ ഭക്തി വന്നിട്ടും ശരിയായ ശാന്തി അനുഭവിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? ഇന്ദ്രിയാശാന്തി ഹേതോ വിഷയരസൈഹി. മനസ്സ് ഇന്ദ്രിയങ്ങളിൽ കൂടി വെളിയിലേക്ക് പോകും, വിഷയങ്ങളിലേക്ക്. അങ്ങനെ മാത്രാസ്പർശാസ്ത്രം ഭഗവാൻ പറഞ്ഞു. ആ ഇന്ദ്രിയ വിഷയ ബന്ധം ഇല്ലാതിരിക്കുന്ന അവസരത്തിൽ എന്ത് വരും? വിഷയങ്ങൾ മനസ്സിലേക്ക് വന്ന് കയറും. ഈ പ്രോസസ്സ് ശ്രദ്ധിക്കണമെങ്കിൽ അത് മനസ്സിലാവുള്ളൂ. അതാണ് ഇവിടെ ഭട്ടതിരിപ്പാട് ഇന്ദ്രിയ അശാന്തി ഹേതു എന്ന് സൂചിപ്പിച്ചത്. വിഷയരസൈബാധ്യമാന അഭി, വിഷയരസം ഇങ്ങോട്ട് വന്ന് കൊണ്ട് വിഷയവാസനയിൽ ഇങ്ങോട്ട് ആക്രമിച്ചാലും ഭക്തി അങ്ങോട്ട് തിരിച്ച് ഒരുപാട് ബോധപൂർവം ആ വാക്ക് ഉപയോഗിച്ച് ആക്രമ്യമാണ്. നേരത്തെ അടുത്ത് ആക്രാന്ത എന്ന് കണ്ടു, ഇത് തന്നെ ഉദ്ദേശമാണ്. അതുകൊണ്ട് എന്ത് വരും? ഭക്തി തിരിച്ച് അതുപോലെ സെൽഫ് ഡിഫെൻസ് എന്ന് പറയില്ലേ, അതുപോലാണ്. വിഷയവാസനകൾ ഇങ്ങോട്ട് വന്ന് ആക്രമിച്ചാലും ഭക്തി തിരിച്ച് വലിയൊരു കോട്ട നിർമ്മിച്ചു വെച്ചിരിക്കും. അത് ഭേദിക്കാൻ വിഷയവാസനകൾക്ക് കഴിയില്ല. അതുകൊണ്ടെന്താ? ഭക്തനെ പിന്നെ ഹരിനാമൃതത്തിൽ നല്ല ശ്ലോകങ്ങളൊക്കെ ഉണ്ട്, ഒരു സമയമില്ല പറയാൻ. കുറച്ചൊക്കെ ഉള്ളിൽ കനത്ത ആ ശ്ലോകമാണ് ഉദ്ദേശം. ഉള്ളിൽ കനത്ത മതമാത്സര്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും ഭക്തി അങ്ങോട്ട് തുറന്നു വെക്കൂ അല്ലേ. അലക്കൊഴിഞ്ഞിട്ട് എന്ന് പറയാറില്ലേ, നോക്കിയിരിക്കുന്നതാണെന്ന് അർത്ഥം. കുറച്ച് സൈഡ് ബൈ സൈഡായിട്ട് കൊണ്ടുപോകാൻ കഴിയണം. അങ്ങനെയുള്ളവർക്കാണ് ഭക്തിയോഗം. ദേഹാഭിമാനം മുഴുവൻ വിട്ടിട്ടില്ല, എന്നാൽ ഒരു 75% വിട്ട് കിട്ടിയിട്ടുണ്ട്. ബുദ്ധി പൂർണ്ണമായിട്ട് ഉറച്ചിട്ടില്ല, എന്നാൽ അല്പം ഒരു 10% ബുദ്ധി തുടങ്ങിയുള്ള ഭക്തിയോഗം. യാതൊരു സംശയവുമില്ല, ഗ്യാരണ്ടീഡ്. എന്ത്? അവർക്ക് ഭക്തിയോഗം. ഇതൊക്കെ നാരായണീയത്തിൽ പോലും സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം എന്താ പറഞ്ഞത്? ദീപ്തിദാർച്ചി സപ്താർച്ചഹി യഥാ കില ഭൂരിദാരു പ്രപഞ്ചം ദഹതി. ദാരു എന്ന് പറഞ്ഞാൽ മരം. കത്തുന്ന അഗ്നിയിൽ വിറകിൻ്റെ കൂമ്പാരം എത്ര വലുതാണെങ്കിൽ അല്ലേ. ഈ ശബരിമല സീസണിലൊക്കെ ആഴി കത്തുക എന്ന് പറഞ്ഞിട്ട് അല്ലേ, വലിയ വിറക് കൂമ്പാരമൊക്കെ എത്ര ക്ഷണമാണത് കത്തി അമരുക എന്ന് പറഞ്ഞല്ലേ, കത്തി അമർന്നിതാകണം. അതുപോലെയാണ് ജ്ഞാനാഗ്നി സർവകർമാണം ഭസ്മസാത് കുരുതേ യഥാ. ഇതൊക്കെ ഭഗവത്ഗീത പറഞ്ഞിരിക്കുന്നതിൻ്റെ ആവിഷ്കാരമാണ് ഭാഗവതത്തിൽ. ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് നാരായണീയത്തിൽ. അപ്പം നാരായണീയം മനസ്സിലാകണമെങ്കിൽ എന്ത് വേണം? ഭാഗവതം പഠിക്കണം. അല്ലാത്തവരൊക്കെ മനസ്സിലാക്കിയെന്ന് പറയും, മനസ്സിലാവില്ല എന്ന് ഉറപ്പ്. ഭാഗവതം മനസ്സിലാകണമെങ്കിലോ ഭഗവത്ഗീത പഠിക്കണം. അപ്പം ഏറ്റവും കുറഞ്ഞ ഈ ത്രിമൂർത്തികളെ ഒന്നിച്ചു വെക്കണം എന്നർത്ഥം. ആരെയൊക്കെ? ഭഗവത്ഗീത, ഭാഗവതം, നാരായണീയം ഒന്നും കൂടെ ചേർത്ത് വെച്ച് തന്നെ പഠിക്കണം. അപ്പോൾ അതിൻ്റെ വ്യത്യാസം അറിയാവുന്നത്. ഈ പറഞ്ഞത് വെറുതെ ആണോ എന്നുള്ളത് ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ചെയ്തു നോക്കൂ, അപ്പോഴറിയാം വ്യത്യാസം. ആവൂ, ഇത് പണ്ടേ തുടങ്ങേണ്ടതായിരുന്നല്ലോ എന്ന് പറയുമെന്ന് ഉറപ്പ്. എന്താ ഉറപ്പ്? ഗുരുനാഥനെയും ഭഗവാനെയും സാക്ഷി നിർത്തി നമുക്ക് ഉറപ്പ് പറയാം. സ്വാനുഭവം ഉണ്ടെന്ന് തന്നെ വെച്ചോളൂ എന്ന്. കാരണം മഹാഭാഗ്യം കൊണ്ട്, ജന്മജന്മാന്തര സുഹൃതം കൊണ്ട് ഗുരുനാഥൻ്റെ അടുത്തെത്തി ആദ്യം തന്നത് ഭഗവത്ഗീതയാണ്. ഭഗവത്ഗീതയിൽ നിന്നാണ് നമ്മളെ ഭാഗവതത്തിലേക്ക് കൊണ്ടുവന്നത്. ഭാഗവതത്തിൽ നിന്നാണ് ഇപ്പം കുറച്ച് നാളായിട്ട് നാരായണീയൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. തമാശ പറയല്ല, കാപട്യം പറയാമെന്ന് വിചാരിക്കും. നാരായണീയൊന്നും പഠിച്ചിട്ടില്ല. ഇതുപോലെ വല്ലതും വരുമ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും എന്നും പറയാൻ വയ്യ.
എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? അതാണ് പറഞ്ഞ സ്വാനുഭവം എന്ന് പറഞ്ഞത് അതാണ്. ഭാഗവതത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ ഒരു മിഷനിൽ അമ്മ, മരിച്ചുപോയ അമ്മയാണ്, അമ്മയെന്ന് പറഞ്ഞു, നന്നായി പ്രഭാകരൻ, ഭഗവത്ഗീതയിൽ ഉറപ്പ് വന്നവരെയൊക്കെ ഗുരുദേവൻ ഭാഗവതത്തിൽ കൊണ്ടുവരും. ആ അമ്മ എന്ന് പറഞ്ഞ അനുഗ്രഹ വാക്കുകൾ, ഭഗവത്ഗീതയിൽ ഉറപ്പ് വന്നവരെയൊക്കെ ഗുരുദേവൻ ഭാഗവതത്തിൽ എത്തിക്കും. അതുകൊണ്ട് പറയുന്നതാണെന്ന് വിചാരിച്ചോളൂ. ഇതിലെ ഓരോ വാക്കുകളും മനസ്സിലാകണമെങ്കിൽ ഭാഗവതവും ഭഗവത്ഗീതയും ചേർത്ത്, അല്ലെങ്കിൽ പറയാം ഈ വനമാല വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കൊക്കെ അതുപോലെ പറഞ്ഞു കൊടുക്കാൻ മറ്റുള്ളവർക്ക്. തന്നെത്താനും പറയാം. നേരത്തെ പറഞ്ഞ അപരോക്ഷാനുഭൂതി വിജ്ഞാനം ജ്ഞാനം അല്പം കിട്ടിയേക്കും, വിജ്ഞാനം കിട്ടില്ല. യു വിൽ ഹാവ് ടു സാറ്റിസ്ഫൈ യുവർസെൽഫ് വിത്ത് മിയർ സൂപ്പർഫിഷ്യൽ നോളജ്, നോട്ട് ഇൻ ഡയറക്റ്റ് ആൻഡ് ഇമ്മീഡിയറ്റ് എക്സ്പീരിയൻസ്. ഉറപ്പാണ്. ത്വദ്ഭക്ത്യോഹേ ദുരിതം പ്രദഹതി. ആ ഭക്തിയുടെ ഓഖം കൂട്ടം വരുമ്പോൾ എന്ത് വരും? ദുരിതം പ്രദഹതി. സമ്പാദിച്ചു വെച്ചിട്ടുള്ള ജന്മജന്മാന്തരങ്ങളിൽ അനുഭവിക്കേണ്ട കർമ്മം മുഴുവൻ പ്രാരബ്ധമായും അതിൽ നിന്നുണ്ടായ ആഗമമായിട്ടും ബാക്കി സഞ്ചിയിലിരിക്കുന്ന സഞ്ചിതമായിട്ടും ഉള്ളതൊക്കെ ദഹിച്ചു പോകും. അതിനുവേണ്ട ഭക്തി ജ്ഞാനം ഇല്ലെങ്കിലോ അവശ്യമനുഭോക്തവ്യം ഗുണകർമ്മ അങ്ങ് വരണം. നാഭുക്തം ക്ഷീയതേ കർമ്മ കൽപ്പകോടി ശതൈരം. കൽപ്പകോടി കാലം കഴിഞ്ഞാലും ഈ കർമ്മഫലം നിങ്ങളെ തേടി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഭക്തി ജ്ഞാനമൊക്കെ വന്നാലോ ഇതങ്ങോട്ട് ദഹിച്ചങ്ങ് പോകും. യഥൈധാംസി നേരത്തെ പറഞ്ഞു, കത്തിക്കാളെന്ന അഗ്നി എങ്ങനെയാണോ പെട്ടെന്നില്ലാതാക്കുന്നത് അതുപോലെ. അതുകൊണ്ടാണ് ജ്ഞാനത്തിനെ പ്രകീർത്തിച്ച് ഭഗവത്ഗീതയിലെ വിഷയം ജ്ഞാന യോഗം തന്നെ എന്ന് ഉറപ്പിക്കുന്നു. യാതൊരു സംശയമില്ല എന്നർത്ഥം. കർമ്മയോഗമാണെന്ന് എന്താണ് ഒരു സംശയം. അത് കഴിഞ്ഞാലോ ഇന്ദ്രിയാണ നിർമ്മതക്കുക. പിന്നെ ഏത് ഇന്ദ്രിയത്തിനാണ് അഹങ്കാരം കാണിക്കാൻ കിട്ടുക? അജ്ഞാനത്തിൻ്റെ ഇതിൽ മുങ്ങിക്കിടക്കുമ്പോൾ മാത്രമാണ് ഇന്ദ്രിയങ്ങളുടെ സാമർഥ്യമൊക്കെ. നേരത്തെ പറഞ്ഞില്ലേ, ഒരാളിനെ 5 ഭാര്യമാരെ ഒന്നിച്ച് അവരവരുടെ അവിടെ ഇവിടെയൊക്കെ പിടിച്ചു വലിക്കുക. ഒരു നിധിദേവി സന്ധ്യാസമയത്ത് വസ്ത്രത്തിൽ കയറി പിടിച്ചപ്പോൾ ഉണ്ടായ കഥ നമുക്കറിയാവുന്നുണ്ട്. അപ്പൊ 5 പേരൊന്നിച്ച് പിടിച്ചാലത്തെ അലക്ഷ്യമാണ്. 5 ഇന്ദ്രിയങ്ങളും അതാതിൻ്റെ വിഷയങ്ങളിലേക്ക് വലിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ നിസ്സഹായാവസ്ഥയാണ് അവിടെ സൂചിപ്പിച്ചത്. പിന്നെ ഭക്തിയുടെ ഭാവങ്ങളെ സൂചിപ്പിക്കുന്നു. ചിത്താർദ്രീഭാവം, ഭക്തന്റെ ചിത്തം എപ്പോഴും ആർദ്രീഭാവം, അലിവുണ്ടാവും, റിജിഡിറ്റി ഇല്ലാതെയാകും. പിന്നെയോ വപുഷി ഉച്ചൈഹി പുളകംച, ദേഹത്തിൽ ഇതൊക്കെ നേരത്തെ വർണ്ണിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. രോമാഞ്ചമായി, ഹർഷബാഷ്പമായി. പിന്നെയോ കഥം വാ ചിത്തം ശുദ്ധിയത്, മനഃശുദ്ധി ഇല്ലാത്തവന് ഇവിടെ ഭക്തി ഉണ്ടാകാനാണ്. അശാന്തസ്യ കുതസുഖം എന്ന് നേരത്തെ ചോദിച്ചു. ഈ ഭക്തിയുടെ സുഖം, ആനന്ദം അറിയണമെങ്കിൽ എന്തൊക്കെയാണ് ശുദ്ധി വേണം. ബഹുതപസാ വിദ്യയാ കിമു, ഒരേ കാലം തപസ് ചെയ്താലും ഭക്തി അവിടെ ഇല്ലെങ്കിൽ ഒരു പ്രയോജനവും ഉണ്ടാവില്ല എന്നർത്ഥം. പിന്നെ ഭഗവാൻ ത്വദ്ഗാഥാസ്വാദ സിദ്ധാഞ്ജന സതതമരീമുദ്യമാന, ഭഗവാന്റെ കഥകളെ ഇങ്ങനെ കേൾക്കൂ കേൾക്കൂ. അങ്ങനെയുള്ള സിദ്ധാഞ്ജനം കൊണ്ട് ഇളനീർക്കുഴമ്പ് കണ്ണ് ശുദ്ധീകരിക്കാൻ സിദ്ധാഞ്ജനം എഴുതിയിട്ട് കണ്ണിനിങ്ങനെ ശുദ്ധി വരുത്തിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജ്ഞാനാഭ്യാസം കൊണ്ട് നമ്മുടെ ദർശനത്തിൽ ഈ പുതുമ നിലനിർത്തിക്കൊണ്ടേയിരിക്കും. ഒരിക്കൽ പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന്. അതുകൊണ്ട് എഴുത്തച്ഛൻ ഉപയോഗിച്ച നല്ലൊരു വാക്ക്, സമസ്ത പദം, സന്തതാഭ്യാസ ദൃഢീകൃത ചേതസ. മറക്കരുത് ഈ വാക്ക്. സന്തതാഭ്യാസ ദൃഢീകൃത ചേതസാം. സുന്ദരമായ പ്രയോഗം. അതാണ് ആവശ്യം. അവിടെ പിന്നെ യാതൊന്നുമില്ല.
തത്വസൂക്ഷ്മം ഭജേതി. സൂക്ഷ്മമായ തത്വത്തിലേക്ക് എത്താൻ സാധിക്കും. പിന്നെയോ അഭ്യസ്തയാ തർക്കകൂട്ടിയ, കുറേ ശാസ്ത്രങ്ങൾ അഭ്യസിച്ചാലും കുറെ തർക്കം നടത്തിയാലും ആ ഭാവത്തിൽ എത്തുന്നില്ല. സൂക്ഷ്മഭാവം എന്തുകൊണ്ടത് എല്ലാവർക്കും അറിയാൻ കഴിയുന്നില്ല? സൂക്ഷ്മത്വാത് തത് അവിജ്ഞേയം. നേരത്തെ പറഞ്ഞ സൂക്ഷ്മത്വ ബൈ മീൻസ് ഓഫ് ഇറ്റ്സ് സട്ടിലിറ്റി, എൻ്റെ സൂക്ഷ്മ അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും അറിയില്ല. ഇവിടെ വരെ ഭക്തിയോഗമാണ്. പിന്നീടാണ് ഭാഗവത്തിലെ ഓർഡറാണ് പറയുന്നത്. ധ്യാനയോഗത്തെ കുറിച്ചൊരു ചെറിയ ചോദ്യം ചോദിച്ചു ഉദ്ധവര്. അതിൻ്റെ ഉത്തരമാണ് ഇവിടെ 3 ശ്ലോകങ്ങളെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ധ്യാനം തേ ശീലേ. എന്തുകൊണ്ട്? ഭക്തി അന്ധകരണം കൊണ്ട് ഭക്തി അന്ധകരണ ശുദ്ധി കൊണ്ട് ഭക്തി ഉണ്ടായി, ഭക്തി കൊണ്ട് വീണ്ടും അത് ഉറപ്പ് സ്റ്റെബിലിറ്റി വന്നു കഴിഞ്ഞാൽ, സൂക്ഷ്മത്തിൽ ഭാവത്തിലെത്തിയാൽ ധ്യാനത്തിലേക്ക് പോകാം. ഭഗവാനെ വർണ്ണിച്ചത് തന്നെ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസ്സാന്നാണ്. അപ്പോൾ ആ ധ്യാനം ഇങ്ങനെ പരിശീലിക്കാം. അത് ഞാൻ ഉറപ്പിച്ചു. അതിനെന്താ ചെയ്യേണ്ടത്? നിവർന്നിരിക്കണം, സമം കായ ശിരോഗ്രീവം ഒക്കെ, അതൊക്കെ ഇവിടെ സൂചിപ്പിച്ചു. അങ്ങനെ ഇരിക്കുക. സംപ്രേക്ഷ്യ നാസികാഗ്രം ആരുടെ? സ്വം. അടുത്തിരിക്കുന്ന ഭാര്യയുടെ മുക്കിലോ ഗുരുവിൻ്റെ മുക്കിലോ നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല അല്ലേ? എന്താ പറഞ്ഞത്? ആംഗിളാണ് സൂചിപ്പിക്കില്ല. മൂക്കിൻ്റെ അറ്റത്ത് നോക്കണമെന്നല്ല അതിൻ്റെ ലിറ്ററൽ മീനിങ്. അത് ഇടം വലം ഒന്നും ദൃഷ്ടി പോകാതെ ഇങ്ങനെ വരുന്ന ഒരു ഭാവത്തെയാണ് ഇവിടെ. അപ്പോൾ ദൂരെ നിന്ന് ഒരാൾ കണ്ട ഇയാൾ മൂക്കിൻ്റെ അറ്റത്തോട്ടല്ലേ നോക്കി എന്ന് തോന്നുന്ന ആ ആംഗിളിനെയാണ് ഇവിടെ സൂചിപ്പിച്ചത്. അത് ഗീതയിൽ ഉപയോഗിച്ച വാക്ക് സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം. അത് തന്നെയാണ് ഇവിടെ നാസികാഗ്രന്യ അക്ഷക, നാസികാഗ്രത്തിൽ ഉറച്ച്. പിന്നെ പൂരകാദ്യേഹി, പൂരകം കുംഭകം രേചകം, പ്രാണായാമത്തിൻ്റെ വിവിധ. എന്നിട്ടോ ജിത പവന, വായുമാർഗത്തെ പ്രാണനെ ജിതപ്രാണ. എന്നിട്ടോ ആ ഹൃദയകമലത്തെ ഭാവിക്കുന്നു. അതെങ്ങനെ? അവാംശന്തു, നേരെ ഇങ്ങനെ തിരിച്ചു വെച്ചിരിക്കുന്നത് പോലെ. എന്നിട്ടോ അതിൻ്റെ മേളിൽ സൂര്യചന്ദ്രന്മാരെയും അഗ്നിയെയും ഒക്കെ ഭാവന ചെയ്യൂ. എന്നിട്ടോ അവിടെ അഗ്നിമധ്യത്തിൽ ഭഗവാന്റെ സജല ജലധര ശ്യാമളം കോമള, നല്ല പ്രയോഗമാണ്. എന്താ ജലധരം? ജലദം മാത്രമല്ല, ആ കോമളാംഗത്തെ ഉള്ള ഭഗവാനെ അഹം ഭാവേ. സാന്ദ്രാനന്ദാവബോധമൊക്കെ പറഞ്ഞിട്ട് ഒടുവിൽ കൊണ്ട് നിർത്തിയ ഇതെന്താ? തത്താവത് ഭാവേഹം മമഹൃദി സതതം സർവധീ സാക്ഷിഭൂതം. അത് നാരായണീയത്തിലില്ലല്ലോ. അതുകൊണ്ടാണ് പഠിച്ചത്. എല്ലാം പറഞ്ഞിട്ട് സ്ഥൂലബുദ്ധിയായിട്ടിരിക്കുമ്പോൾ തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ. ബുദ്ധി സൂക്ഷ്മമായി കഴിയുമ്പോഴോ തത്താവത് ഭാവേഹം മമ ഹൃദി സതതം സർവധീ സാക്ഷിഭൂതം. ലോട്ടിനും സാക്ഷിയായ ചൈതന്യം ഈ ശരീരത്തിൽ ശിരസ് മുതൽ പാദം വരെ ഞാൻ. അതാണ് ധ്യാനയോഗത്തിൻ്റെ മർമ്മം. ആ ഭഗവാനെ ഞാൻ ധ്യാനിക്കും. അപ്പം അതിനാണ് ആദ്യം ഞാനിനെ കണ്ടുപിടിക്കുന്നത്. ജ്ഞാനാന്വേഷണത്തിന് മുമ്പ് ജ്ഞാനാന്വേഷണം തുടങ്ങുക. എന്തുകൊണ്ട്? ഞാനല്ലാത്ത ഞാനിനെ ഞാനെന്ന് പറഞ്ഞു നടക്കൊണ്ടിരിക്കുക എപ്പോഴേ. അപ്പോൾ ഗുരുവചനം കൊണ്ട് തത്വമസിയഹം ജ്ഞാനാന്വേഷണം തുടങ്ങി. അപ്പോൾ എവിടെ കണ്ടുപിടിച്ചു? സ്ഥൂലമായ ഞാനിനെ ഒന്ന് കണ്ടുപിടിക്കും. അപ്പോഴാണ് ഒരു ചോദ്യം തന്നെത്താൻ ചോദിച്ചു. എന്ത്? ഞാൻ ഈ ശരീരത്തിൽ എവിടെയായിരിക്കുക? എന്തുത്തരം കിട്ടി? ഞാൻ ഈ ശരീരത്തിൽ എവിടെയാണ് ഇല്ലാത്തത്? ഷോ മീ എ പ്ലേസ് വെയർ ഐ ആം നോട്ട്. തപ്പി നോക്കി എവിടെയൊക്കെ, കാലിൻ്റെ അടിയിൽ വരെ തൊട്ട് നോക്കി. ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്തോ മറ്റേ ഓർത്തോയുടെ ഡോക്ടർമാരുടെ അടുക്ക ചെന്നാൽ അവരുടെ കമ്പ് ഒരു സാധനമുണ്ട്, അതിട്ട് കാല് പോയിട്ടുള്ളവർക്ക് കാലിൻ്റെ വെള്ളയ്ക്കൊരു വരയുണ്ട്.
അപ്പോഴും കാല് വലിക്കും. അത്രേ അവർക്ക് അറിയേണ്ടു. എന്താ സെൻസേഷൻ ഉണ്ടോ എന്ന് അറിയണം കേട്ടോ. അപ്പൊ എന്തുകൊണ്ടാണ് സെൻസേഷൻ അറിഞ്ഞത്? അവിടെയും ഞാനുണ്ട്. അപ്പൊ ഞാൻ എവിടെയായി ശരീരത്തില്? ശിരസ് മുതൽ പാദം വരെ അങ്ങനെ ഒരു ഞാനെന്നെ കണ്ടോ? എന്നേ കണ്ടു. ഉറപ്പിക്കൂ. ഇതാണ് ധ്യാനത്തിന്റെ ബാലപാഠത്തിൽ ആരംഭിച്ചോളൂ. ശിരസ് മുതൽ പാദം വരെ വ്യാപിച്ചു നിൽക്കുന്ന ഒരു ഞാനിനെ, എന്നെയല്ല, എന്നെന്ന് പറയരുത്, തെറ്റുന്നത്, ഒരു ഞാനിനെ കണ്ടുപിടിച്ചു. ഇനി ആ ഞാനിനെ സൂക്ഷിച്ചു നോക്കിക്കോളൂ. നമുക്ക് മനസ്സിലാകും. മയാതമിതം സർവം ജഗത്. ജഗത് എന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങനെ? അവ്യക്തമൂർത്തിന. ഞാൻ സ്ഥൂലമായിട്ടല്ല ഇവിടെ ഇതിനകത്ത് വ്യാപിച്ചിരിക്കുന്നത്, പിന്നെ അവ്യക്തമൂർത്തിന. മത്സ്ഥാനി സർവഭൂതാനി നചാഹം ദേശു അവസ്ഥിത. ഇതൊന്നും അങ്ങോട്ട് നോക്കിയത് സ്വന്തം നോക്കാനാണ് ഈ പറഞ്ഞത്. ഞാനിതിലൊന്നുമല്ല നിൽക്കുന്നത്. ഞാൻ തലയിലാണ്, കാലിലാണ്, പറയാൻ പറ്റുമോ? അതുകൊണ്ട് പറഞ്ഞു ഞാൻ അതിലല്ല. ഗുരുദേവന്റെ വാക്ക്, they are in me, I am not in them. അപ്പൊ ഈ പറഞ്ഞ കാലും കൈയും അത് ഇതൊക്കെ എന്നിലാണ്, ഞാൻ അവയിലല്ല. എന്തുകൊണ്ട്? മൈ എക്സിസ്റ്റൻസ് ഈസ് നെവർ ഗവേൺഡ് ബൈ. ഇങ്ങനെ ഉറപ്പിക്കണം എന്നറിയാം. ബുദ്ധിയിൽ ഈ തത്വം ഇങ്ങനെ ഉറപ്പിക്കണം. എൻ്റെ നിലനിൽപ്പ് ഉണ്മ ഇതുമായിട്ടൊന്നും ഒരു ബന്ധം. അപ്പോഴേ മനസ്സിലാകും ഇതൊന്നും ഇല്ലാതായാലും ഞാനുണ്ട്. അപ്പൊ ഈ ശരീരവും മനസ്സും ബുദ്ധിയും ഒക്കെ എൻ്റെ നിരീക്ഷണത്തിന് വിധേയങ്ങളാകുന്ന വസ്തുക്കൾ മാത്രമാണ് എന്ന് കണ്ടുപിടിക്കണം. അതുകൊണ്ടാണ് ഇത്തിരി അഡ്വാൻസ് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റാൻഡ് അപ്പാർട്ട് ആൻഡ് ഒബ്സർവ് എന്ന് പറയുന്നത്. എവിടെ? ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഓരോരുത്തരെ കാണുന്ന പോലെ മാറി നിന്ന് സ്വന്തം എന്ന് പറയുന്ന ശരീരത്തെയും മനസ്സിനെയും ജഡവസ്തുവാണ് എന്ന്. എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി അതല്ലേ പറയുക. എൻ്റെ മൈക്ക്, എൻ്റെ മുണ്ട്, അഭിമാനമുണ്ട് അല്ലേ? അപ്പൊ എൻ്റേതെന്ന് പറയുന്ന ഒന്നും ഞാനല്ല. എൻ്റേതെന്ന് പറയുമ്പോൾ അതിലൊരു സന്ദേശം അടങ്ങിയിരിക്കുന്നു. ഇതിനെ അറിയുന്ന ഞാനാണ്. ആലോചിച്ചു, എത്രയോ കാലമായിട്ട് നമ്മൾ എൻ്റെ എന്ന് പറയാറില്ലേ? പക്ഷെ എൻ്റേതെന്ന് പറഞ്ഞ് ഒന്ന് സൂചിപ്പിച്ചാൽ എത്ര പ്രിയപ്പെട്ട ഭാര്യയാണെങ്കിലും വേറെ തന്നെ. അപ്പൊ എൻ്റേതെന്ന് പറയപ്പെടുന്നതൊന്നും ഞാനല്ല. അവിടെയാണ് ഐ ആം ദ സിയർ, ഓൾ ദീസ് ആർ സീൻ. ഇതൊക്കെ കാണപ്പെടുന്ന വസ്തുക്കളാണ്. കാണുന്ന ഞാൻ ദൃക്ക് പോലുള്ള നിന്നില. ശ്രീനാരായണ ഗുരുദേവൻ സ്പഷ്ടമായിട്ട് പറഞ്ഞു തന്നില്ലേ? സിറ്റ് ഓഫ് മെഡിറ്റേഷൻ ഇങ്ങനെ കാണണം. ഐ ആം ദ സിയർ, നോട്ട് ദ സീൻ. ഇത് ആദ്യത്തെ സ്വാന്തന ലക്ഷ്മണോപദേശം ആരംഭിക്കുന്ന ഇത് പറഞ്ഞുകൊണ്ട് അതിതുവരെ കണ്ടിട്ടില്ലല്ലോ. എവിടെ? ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദി സത്യമാണ്, സത്യമെന്നാകിലേ ത്വൽപ്രയാസം. ഇതൊന്നും കണ്ടതൊന്നുമേ സത്യമല്ലെന്നത് അതവിടെ അല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്, വേറെ എവിടെയാണ്. കണ്ടതൊന്നും എന്തുകൊണ്ട്? കണ്ടതും കാണപ്പെടുന്നതും ഒക്കെ. കണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ കാണപ്പെടുന്നതൊന്നും സത്യം. പിന്നെ ആരാണ് സത്യമായിട്ടുള്ളത്? കാണുന്ന ബോധം മാത്രമാണ് സത്യമായിട്ടുള്ളത്. ബാക്കിയൊക്കെ ദൃശ്യങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, ദൃക്ക് മാറില്ല. ഇതാണ് ദൃശ്യ വിവേകത്തിൻ്റെ ബാലപാഠം. ഇതൊക്കെയാണ് ഇവിടെ സൂചന. അതാണ് ജ്ഞാനകാണ്ഡത്തിന് മാത്രം ഒരു സപ്താഹം വെക്കണമെന്ന് പലയിടത്തും പറഞ്ഞു. പക്ഷെ ഇതുവരെ നടന്നില്ല. 90 മുതലുള്ള ദശകങ്ങൾ ഒരു സപ്താഹമായിട്ട് എവിടെയെങ്കിലും എന്ന് പറഞ്ഞ് തീരില്ല എന്നർത്ഥം. ഭഗവാന്റെ സുന്ദരമായ രൂപത്തെ ഭാവേഹം ഭവന്തം ഇനി ഒന്നൊന്നായിട്ട് വിശദീകരിക്കുന്നില്ല എന്നർത്ഥം.
സുന്ദരമായ മകരകുണ്ടലങ്ങൾ, കസ്തൂപത്തിൻ്റേത്, മുത്തുമാല, ശ്രീവത്സം, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇതെല്ലാം കണ്ടിട്ട് ഭാവേഹം, അങ്ങനെയുള്ള ഭവന്തം അഹം ഭാവേ. എന്തുകൊണ്ട്? ഏറ്റവും സൂക്ഷ്മമായിട്ട് പൂർണ്ണമായിട്ട് ഉള്ളിലേക്ക് തിരിയുന്നത് വരെ സ്ഥൂല രൂപങ്ങൾക്ക് പ്രസക്തിയുണ്ട്. സ്ഥൂലരൂപത്തെ ആരാധിച്ചു. സഞ്ചിന്തയെ ഭഗവത് ചരണ, കാവ്യലത്തിലത്തെ ഭംഗിയായിട്ട് ഉപദേശിച്ചു കൊടുത്തു അമ്മയ്ക്ക്. വേറെ എവിടെല്ലാം കാണാം. അക്രമസ്തുതിക്ക് മുന്നോടിയായിട്ട് 39-ാമത്തെ അധ്യായത്തിലെ വർണ്ണന മാത്രം മതി ധ്യാനത്തിന്. ഇതങ്ങനെ ആ ഒരു അവസ്ഥയെ സൂചിപ്പിക്കുകയാണ്. സർവാംഗേഷു അംഗ, അംഗ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ അംഗങ്ങളിലും ചൈതന്യമായിട്ട് ഹൃഷീകേശ എന്ന് വിളിക്കുന്നതിന് പകരം അവിടെ അങ്ങനെ സർവാംഗേഷു രംഗത് കുതുകം, ഓരോ ഇതിൽ ഭഗവാന്റെ രൂപങ്ങളിൽ ഇങ്ങനെ ധ്യാനിച്ച് എവിടെങ്കിലും ഒരിടത്ത് കൊണ്ടങ്ങോട്ട് ഉറപ്പിക്കുക. പരമസുഖചിത് അദ്വൈത രൂപേ. കാണുമ്പോൾ ഒരാളിൻ്റെ മുഖം കണ്ടു, തല കണ്ടു, കാല് കണ്ടു, മുഴുവനും കൂടെ കാണുമ്പോഴോ ആ രൂപം കണ്ടു ഇല്ലേ? ഇതുപോലെ പല ഭാഗങ്ങളായിട്ട് കണ്ടാൽ ഒന്നാണെന്ന് വരണം. അല്ലെങ്കിൽ അന്ധന്മാര് ആനയെ കണ്ടതുപോലിരിക്കും. തൂണാണ്. ഞങ്ങൾ കണ്ട ആന ഞങ്ങൾ കണ്ടത് ശൂർപ്പമായിരുന്നു എന്ന് പറയും. എന്താ ശൂർപ്പം? മുറമായിരുന്നു. ഇങ്ങനെ ഒരു ഇൻ്റഗ്രേറ്റഡ് വിഷൻ ഉണ്ടാവണം. എന്താ പറയുക? സമഗ്രമായ ഒരു കാഴ്ചപ്പാട്, അതിലേക്കാണിത് നയിക്കേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞാലോ പരമസുഖ ചിത് അദ്വൈത രൂപേ, അതാണ് നേരത്തെ പറഞ്ഞ സാന്ദ്രാനന്ദാവ ബോധാത്മകമായ ചൈതന്യത്തിലെ ഇങ്ങനെ ഉറപ്പിക്കും. പിന്നെയോ കിഞ്ചിതവി ചിന്തയേത്, 6-ാം അധ്യായത്തിൽ തന്ന ഉപദേശം. കിഞ്ചിതവി അവിടെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അത് തന്നെ ഭാഗത്തിൽ അത് തന്നെ സൂചിപ്പിക്കും. കിഞ്ചിതവി ചിന്ത, കാകവിഷ്ടത്തെ പോലെ അവഗണിക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത്. കാകവിഷ്ടം എന്ന് പറഞ്ഞാൽ അതുപോലെ അതിനെ എങ്ങനെ അവഗണിക്കും? അതുപോലെ ഈ സിദ്ധികളെ അവഗണിച്ചു. എന്തുകൊണ്ട്? ത്വൽസംപ്രാപ്തവും വിളംബാവഹം. എന്തുകൊണ്ടാണ് അപേക്ഷിക്കുന്നത്? ചിന്ന ചിന്ന സിദ്ധികളിലേക്ക് മനസ്സ് പോയാൽ പെരിയ പെരിയ സിദ്ധിയിൽ നഷ്ടപ്പെടും. അല്ലേ? ചെറിയ ചെറിയ ഇതിലേക്കൊക്കെ മനസ്സ് പോയാൽ ചെപ്പടി വിദ്യ കാണിക്കുക, ആളുകളുടെ ഇടയ്ക്ക് പേരെടുക്കാം, 2-3 ഉണ്ടാക്കുകയും ചെയ്യാം. പക്ഷേ പരമമായ സിദ്ധി ലഭിക്കില്ല. അതുകൊണ്ടാണ് സിദ്ധികളെ, മഹാത്മാക്കളൊക്കെ എങ്ങനെയായിരുന്നു, സിദ്ധികളെ ഒന്നും ഉള്ളതായിട്ട് പറയാൻ പോലും ഇഷ്ടപ്പെടുകയില്ല എന്നറിയാം. നമുക്ക് അനുഭവം ഉണ്ട് എന്നറിയാം. എന്തെങ്കിലും വലിയൊരു ചോദിച്ചാൽ തന്നെ ചിരിച്ചു തള്ളു. അതിന് അനുഭവമുണ്ട്, വിശദീകരിക്കാനില്ല എന്നർത്ഥം. അതുകൊണ്ട് ഇതിനെ ഒന്നും ഞാൻ നമ്മുടെ ഭാഷ പറഞ്ഞാൽ മൈൻഡ് ചെയ്യുന്നില്ല. എനിക്ക് ഒരേ ഒരു കാര്യമേ വേണ്ടൂ. എന്ത്? ആനന്ദപൂർണം ത്വാം ഏവ, ത്വാം ഏവ ആനന്ദപൂർണം. ആനന്ദപൂർണം മാത്രമായ മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. എന്തുകൊണ്ട്? എൻ്റെ സ്വരൂപം സച്ചിദാനന്ദം ആണ് എന്ന് ഞാൻ ബുദ്ധിയിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. യാതൊരു സംശയം. ഇതാണ് ഉറപ്പ് വന്ന ബുദ്ധിയുടെ ഗുണം. നേരത്തെ നമ്മൾ പറഞ്ഞു ഏവം വ്യവസ്ഥിത ബുദ്ധിയ വ്യവസായാത്മിക ബുദ്ധിയൊക്കെ ഒരുപാട് ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ട് എന്താ, ഇത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, വേറെ ഒന്നും എനിക്ക് വേണ്ടേ വേണ്ട. അതുകൊണ്ട് ഗുരുവായൂരപ്പ സർവതാപാത് മാം പാഹി. ഒരുപാട് തവണ പറഞ്ഞു. സർവതാപാത് എന്ന് പറഞ്ഞാൽ അജ്ഞാനത്തിൽ നിന്ന് മോചനം നേടണേ. എങ്ങനെ കൊണ്ട് കടുപ്പിക്കും? ഒരുപാട് തവണ പറഞ്ഞതാണ്, ഇനി അതിലേക്ക് പോകുന്നില്ല എന്നർത്ഥം അല്ലേ. അതുകൊണ്ട് എല്ലാ ദുഃഖങ്ങൾക്കും കാരണമായ അജ്ഞാനത്തിൽ നിന്ന് എനിക്ക് പ്രത്യക്ഷമായ പ്രാർത്ഥന അതാണ്. അല്ല, പരോക്ഷമായ പ്രാർത്ഥന. പ്രത്യക്ഷമായിട്ട് തോന്നുമ്പോൾ രോഗത്തിൽ നിന്ന് അല്ല, സർവാമയ വിനാശന അത് തന്നെ. സർവാമയങ്ങളും ഇല്ലാതിരിക്കണമെങ്കിൽ ജന്മമേ എടുക്കാതിരിക്കണം. പിന്നെ പറഞ്ഞിട്ടുണ്ട് ബാക്കി കർമ്മമില്ലാതാവണം, അജ്ഞാനമില്ലാതാവണം. അജ്ഞാനത്തിൻ്റെ ഒരു അംശമെങ്കിലും ബാക്കി നിൽക്കുമ്പോൾ, അതാണ് കാരണ ശരീരമായിട്ട് കൂടെ നിൽക്കുന്നത്.
വീണ്ടും വീണ്ടും വേണ്ടിവരും പറഞ്ഞുകൊണ്ടാണ് ആ ദശകം സംഹരിക്കുന്നത്, അല്ല ഉപസംഹരിക്കുന്നത്. അടുത്ത ഇനിയും 96 വായിക്കുന്ന കാര്യം പറഞ്ഞല്ലോ. വായിച്ചോളൂ. ഇതുവരെ വായിക്കാത്ത ആളാണ്. അപ്പം 96 വരുമ്പോൾ ഒന്ന് തരണേന്നൊരു അപേക്ഷ ഇവിടെ നമ്മുടെ ആതിഥേയക്ക് സമർപ്പിച്ചിട്ടുണ്ട്. പെട്ടെന്ന് എന്തോ അത് ഓർമ്മ വന്നു കേട്ടോ. അതാ ഓർമ്മ വായിച്ചോളൂ. വായിച്ചു. ബ്രഹ്മൈവ സാക്ഷാത് പരമൊരുമഹിമൻ അക്ഷരാണാമകാര സ്ഥാരോ മന്ത്രേഷു രാജ്ഞാം മനുരസി മുനീഷു ത്വം ഭൃഗുനാരദോപി പ്രഹ്ലാദോ ദാനവാനാം പശുഷു ചസുരഭി പക്ഷിണാം വൈനദേയോ നാഗാനാമസ്യ നന്ദ സുരസരിതവിജ ശ്രോതസാം വിശ്വമൂർത്തേ ബ്രഹ്മണ്യാനാം ബലിസ്ത്വം ക്രതുഷു ജപയജ്ഞോസി വീരേഷു പാർത്ഥോ ഭക്താനാമുത്തവസ്ത്വം ബലമസി ബലിനാം ധാമ തേജസ്വിനാം ത്വം നാസ്യന്തസ്തുദ്വിഭൂതേർവികസദതിശയം വസ്തു സർവം ത്വമേവ ത്വം ജീവസ്ത്വം പ്രധാനം യദി ഭവതേ തന്ന കിഞ്ചിത് പ്രപഞ്ചേ ധർമ്മം വർണ്ണാശ്രമാണാം ശ്രുതിപദവിഹിതം ത്വത്പരത്വേന ഭക്ത്യാ കുർവന്തോ അന്തർവിരാഗേ വികസതി ശനകൈ സന്ധ്യജന്തോ ലഭന്തേ സത്താസ്തോർത്തി പ്രിയത്വാത്മകം അഖില പദാർത്ഥേഷു ഭിന്നേഷു ഭിന്നം നിർമൂലം വിശ്വമൂലം പരമമഹമതി ബുദ്ധിബോധം വിശുദ്ധം ജ്ഞാനം കർമാവിഭക്തി സ്ഥിതമിക ഭവത്പ്രാപകം തത്ര താവത് നിർവിണ്ണാനാമശേഷേ വിഷയൈക ഭവേത് ജ്ഞാനലോകേധികാരം സക്താനാം കർമ്മയോഗസ്ത്വൈഹി വിനിഹിതോ ഏതു നാത്യന്തസക്താ ജ്ഞാപ്യഗുണകന്ദം വിരക്താസ്ത്വൈ ച ഹൃദരസാ ഭക്തിയോഗോ ഗമീക്ഷ്യ ജ്ഞാനം ത്വത്തദാം വാ ലപ്സുപ്തവശാത് മർത്യലോകേ ലഭന്തെ തസ്മാദസ്ത്രൈവ ജന്മ സ്മൃതയതി ഭഗവൻ നാരകോ നാരകോ വാ ആവിഷ്ടം മാം ത്വം ദൈവാത് ഭവതലനിധി ഓദായിതേ മധ്യതേഹി ത്വം കൃത്വാ കർണധാരം ഗുരു അനുഗുണവാദായിതസ്താരയേണം അവ്യക്തം മാർഗയന്ത ശ്രുതിഭിരഭിനയൈ കേവലജ്ഞാനലുബ്ധ ക്ലിശ്യന്തെ ജീവസിദ്ധിം ബഹുതരജനുഷാ അംഗയേപ്രാമേവാപ്നുവന്തി ദൂരസ്ഥകർമ്മയോഗോ വിച പരമഫലേ അന്വയം ഭക്തിയോഗ ത്വാമൂലാദേവ കൃത്യത്വരിതമൈ ഭവത് പ്രാപകോ വർദ്ധതാമി ജ്ഞാനായൈവാദിയത്നം നിരഭവദതേ ബ്രഹ്മതത്ത്വം ശൃണ്വൻ ഗാഢം ത്വത്പാദഭക്തി ശരണമയതിയസ്യ മുക്തി കരാഗ്രേ തത്വാനേവി കതുല്യ പുനരസുസുകരദാ ചിത്തചാഞ്ചല്യഹേതോ അഭ്യാസാദാശു ശക്യം തദപി വശയിതം ത്വത്കൃപാചാരുതാഭ്യാം നിർഭിന്ന കർമ്മമാർഗേ ഖലു വിഷമതമേ ത്വത്കഥാദൗ ച ഗാഢം ജാതശ്രദ്ധോപി കാമാനൈ ഭുവനവദേ നൈവ ശക്നോമി പാദം തദ്ഭൂയോ നിശ്ചയേന ത്വയി നിഹിതമന ദോഷബുദ്ധ്യാ പതംസ്ഥാൻ ഉഷ്ണീയം ഭക്തിമേവ ത്വയി ഹൃദയേ മംഷു നക്ഷ്യം പ്രസംഗാ കശ്ചിത് ക്ലേശാദിദാർത്ഥാക്ഷയ വിമലമത് ബുദ്ധ്യമാനോ ജനൗഖൈ പ്രാഗേവം പ്രാഗവിപ്രോ ന ഖലു മമ ജനകാലകർമ്മഗ്രഹാവ ചേതോ മേ ദുഃഖഹേതു
സതിഗുണഗണം ഭാവയ സർവധാരീ കൃത്വാ ശാന്തോ ഹൃദസ്ത്വാം മമ ച ഗുരുവിഭോ താദൃശീം ചിത്തശാന്തി ഐല പ്രാഗുർവശി അതിവിവശമനാ സേവമാനാ ചിരം താം ഗാഢം നിർവിദ്യ ഭൂയോ യുവതി സുഖമിദം ക്ഷുദ്രമേവേദികായൻ ത്വദ്ഭക്തിം പ്രാപ്യ പൂർണ്ണം സുഖതരം ചരത് തദ്ദുദ്ധൂതസംഘം ഭക്തോത്തം സംക്രിയ മാം പവനപുരവദേ അന്ധമേ രുദ്ധിരോഗാ മാം പവനപുരവദേ അന്ധമേ രുദ്ധിരോഗാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പോവാൻ നാളെ ഉണ്ടല്ലേ? നാളെ വരും. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാ രോഗങ്ങളെയും ഇല്ലാതാക്കട്ടെ എന്ന പ്രാർത്ഥന. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. നാളെ വരുമോ? വരും. ശരി. ഇല്ല, നാളെ ഇല്ല എന്നുള്ളൊരു പ്രസാദം വാങ്ങിച്ചുകൊണ്ട് വയ്ക്കുള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞ അത്രയാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. നിങ്ങൾ 96 അല്ലേ? യത്കിഞ്ചിത് പൗരുഷം പുംസാം കൃഷ്ണാനുഗമ്യം. ആരുടെ എടുക്കൊണ്ട് 96 ഭഗവാന്റെ കാരുണ്യം, ഗ്രേസ് ഗ്രേസ്, ഗുരുനാഥൻ്റെ അനുഗ്രഹം. എൻ്റെ ഹെഡിങ് എന്താണ്? ഭഗവത് വിഭൂതികളും ജ്ഞാനകർമ്മഭക്തി വിഭൂതി വിസ്തര യോഗം. ഭഗവത്ഗീതയിലും ഏകാദശത്തിലും ഒക്കെ നമുക്ക് കാണാം. ചിലത് ഒരേപോലെയാണ്, ചിലത് വ്യത്യാസമാണ്. വല്ല റിസർച്ച് ഡോക്ടറേറ്റ് വല്ലതുമൊക്കെ വേണ്ടവർക്ക് വേണമെങ്കിൽ ഇത് തമ്മിൽ കണ്ടുപിടിച്ച് അതിൻ്റെ വ്യത്യാസമൊക്കെ കൂടെ വേണമെങ്കിൽ നല്ലൊരു ടോപ്പിക്കാണ്. നമുക്ക് ഓ അങ്ങനെയാണ്. ഗുഡ്, വെരി ഗുഡ്. ശരി, അതാണ് ഈ അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അതെ അതെ. യദ്യത് വിഭൂതിമത് സർവം ഉറപ്പിച്ചു പറഞ്ഞില്ലേ? ഭഗവത് വിഭൂതികളെ വർണ്ണിക്കുന്ന എല്ലാം വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നർത്ഥം അല്ലേ? അക്ഷരാണാം അങ്ങനെ ഓരോന്ന് പറഞ്ഞു. മന്ത്രങ്ങളിൽ വെച്ച് ഓങ്കാരമാണ്, രാജാക്കന്മാരിൽ വെച്ച് ഇത് ഒന്നും ഏകാദശത്തിൽ പറയാത്തതാണ്. ഏത് രാജാക്കന്മാരിൽ വെച്ച് ഞാൻ മനുവാണ്, അതൊക്കെ പിന്നെ തോന്നിയിട്ട് എഴുതി ചേർത്തിട്ടുള്ളതാണ്. ഔഷന്മാരിൽ വെച്ച് ഭൃഗു, പശുക്കൾ ഇതൊക്കെ സൂചിപ്പിച്ചു. പക്ഷികളിൽ വെച്ച് ഗരുഡൻ, നാഗങ്ങളിൽ വെച്ച് അനന്തൻ. അവിടെ ഭഗവത്ഗീതയിൽ പറഞ്ഞപ്പോൾ ഇത് രണ്ടും പറഞ്ഞു അല്ലേ? അനന്ത നാഗാനാമസ്മി വാസുകി അനന്തച്ഛാസ്മി അറിയാം, ഒരുപാട് എപ്പോഴും പറയുന്ന വരിക. എന്നിട്ട് ഇപ്പോൾ തൽക്കാലം പെട്ടെന്ന് പറഞ്ഞാൽ സർപ്പങ്ങളിൽ വെച്ച് ഞാൻ വാസുകിയാണ്, നാഗങ്ങളിൽ വെച്ച് ഞാൻ അനന്തനാണ്. അതാണ് നദികളിൽ വെച്ച് ഗംഗ. ഭാഗവതത്തിന്റെ മാഹാത്മ്യം പറയുന്നിടത്ത് 3-4 കൂട്ടം പറഞ്ഞെടുത്ത് ഒന്ന് പറഞ്ഞത് അതാണ് അല്ലേ? നദികളിൽ വെച്ച് ഗംഗയെ പ്രകാരമോ, ക്ഷേത്രങ്ങളിൽ വെച്ച്. പിന്നെ ബ്രഹ്മണ്യാനാം ബലി. ബ്രഹ്മണ്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനികളെ ബഹുമാനിക്കുന്ന സ്വഭാവമുള്ളവരെയാണ് ബ്രഹ്മണ്യം. അവരിൽ വെച്ച് ഞാൻ ആരെ? മഹാബലിയാണ്. യജ്ഞാനാം ജപയജ്ഞോസ്മി, അത് ഗീതയിലെ അതുപോലെ പറഞ്ഞു. പിന്നെ ഭീരേഷു പാർത്ഥ, പാണ്ഡവന്മാരിൽ എന്ന് പറഞ്ഞത് ചെറിയൊരു മാറ്റി പറഞ്ഞു. ഭക്താനാം ഉദ്ധവ, ഇവിടെ നേരിട്ട് ഉദ്ധവരോട് പറഞ്ഞു, അന്നേരം അവിടെ ഇത് പറയാൻ പറ്റില്ലല്ലോ, ഉദ്ധവരോട്. പിന്നെ ബലിനാം ബലം,
പ്രഹ്ലാദൻ പറഞ്ഞൊക്കെ ഓർത്തോളൂ ബലത്തെക്കുറിച്ച്. പിന്നെ തേജസ്സിനാം തേജസ്വികളുടെ തേജസ്സാണ്. എന്നിട്ടെല്ലാം പറഞ്ഞു ത്വദ്വിഭൂതേ അന്ത നാസ്തി. ഭഗവാന്റെ വിഭൂതി വിസ്തരിക്കാൻ ശ്രമിക്കുന്നത് ഭൂമിയിലെ മണൽത്തരികളുടെ എണ്ണം കണ്ടുപിടിക്കാൻ കഴിഞ്ഞേക്കാം. ആകാശം പായ ചുരുട്ടുന്ന പോലെ ചുരുട്ടി മാറ്റി വെക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ഒരിടത്ത് പറയുന്ന ഉദാഹരണം അതാണ്. പിന്നെ ജീവഹ പ്രധാനം ഒക്കെ അല്ലേ, പ്രധാന പുരുഷേശ്വര എന്ന് സഹസ്ര അതാണ് സൂചിപ്പിച്ചത്. എന്നിട്ടോ ഇഹപ്രപഞ്ചേ യദ്ഭവദൃതേ കിഞ്ചിതിനഹ. ഇവിടെ ഭഗവാനല്ലാതെ യാതൊന്ന് പുല്ലിംഗവാചകം അതൊക്കെ ഭഗവാനാണ്. യാതൊന്ന് ആരോട് പറഞ്ഞു? ആരോടോ പറഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. ഉറപ്പിച്ചാ പറയുന്നത് കേട്ടോ. അപ്പം പിന്നെ ശരിയായിരിക്കും. നാരദ രാഘവ സംവാദം അയോധ്യാകാണ്ഡത്തിൽ എല്ലാം കുറേ പറഞ്ഞു. പേർ സൂര്യനാണെങ്കിൽ പ്രഭ, അതാണെങ്കിൽ ഇത്, മഹാദേവനാണെങ്കിൽ ഇങ്ങനെല്ലാം പറഞ്ഞേച്ചാണ് പറഞ്ഞു. ഒടുവിൽ എന്തിനാ അധികം പറയുന്നത്, എന്താ പിടിച്ചു എവിടെ പുലി, അതുപോലെയാണ് ഇവിടെ സൂചിപ്പിച്ചവർക്കാണ് അർത്ഥം. വർണ്ണാശ്രമാണാം വിശേഷം ഏതാണ്? ശ്രുതിപഥ വിഹിതം ധർമ്മം ഭക്തിയാതുപരത്വേന കുർവന്തഃ. എല്ലാ ആശ്രമങ്ങളും അതാത് വിഹിത ധർമ്മം അനുഷ്ഠിക്കുന്നത് ഭക്തിയോടുകൂടി ഭഗവാന് സമർപ്പിക്കലാണ്. വർണ്ണാശ്രമ ധർമ്മങ്ങളെയൊക്കെ കൃത്യമായിട്ട് അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ വിഹിത കർമ്മങ്ങളെ കാര്യം കർമ്മ സമാചര എന്ന് എവിടെയാ പറഞ്ഞത്? ഭഗവത്ഗീത 3-ാം അധ്യായത്തിൽ പറഞ്ഞു. അവിടെ കാര്യം കർമ്മ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവശ്യം ചെയ്യേണ്ട കർത്തവ്യ കർമ്മം. വല്ലോന്യം കർമ്മത്തിനൊന്നും പോകണ്ട. എന്തുകൊണ്ട്? ഇന്നലെ നമ്മൾ കണ്ടു, സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയ. അവനവൻ്റെ വിഹിത കർമ്മങ്ങൾ ഭഗവാന് ഇതാണ്. അങ്ങനെ അന്ധക്കരണ ശുദ്ധി വരണം. അപ്പോൾ ഈ വർണ്ണാശ്രമ ധർമ്മങ്ങളെ പലയിടത്തായിട്ട് സൂചിപ്പിച്ച എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് തരാം, ഇത് ചെയ്ത് ഈ ഭാവത്തിൽ ചെയ്ത് അന്ധക്കരണ ശുദ്ധി നേടിയിട്ട് എന്നും ഈ നഴ്സറി കിടന്ന് അടിച്ചാൽ പോരാന്നർത്ഥം. പിന്നെ സ്റ്റാൻഡേർഡ് ഇങ്ങനെ കൂടിക്കൂടി വരണം. ആരുടെ സ്റ്റാൻഡേർഡ്? ഉള്ളിലെ സ്റ്റാൻഡേർഡ് കൂടിക്കൂടി വരണമെന്നാണ്. പുരോഗമനം വേണം. അങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ അന്തർവിരാഗേ ശനകൈഹി ശനൈ ഉപരമേ അതുപോലെ കുറച്ചായിട്ട് വൈരാഗ്യം വരും. ഇടയ്ക്ക് നേരത്തെ പറഞ്ഞ പോലെ താണുപോകും. അതാണ് പറഞ്ഞ പ്രണത ജന മനോമന്തരോ. അവിടെ ഭഗവാൻ വന്നിട്ട് നല്ല കൽപ്പനയാണത് അല്ലേ? പ്രണതജന മനസ്സാകുന്ന അത് താണു പോകുമ്പോൾ ഭഗവാൻ കൂർമ്മമായിട്ട് വന്നതിനെ ഉയർത്തും. എന്തുകൊണ്ട്? ആമയുടെ പൃഷ്ഠം അത്ര ഇതാണ്, താങ്ങി നിർത്താൻ നല്ല കൂർമ്മബുദ്ധി. യഥാസമയം എല്ലാ ഇന്ദ്രിയങ്ങളെയും ഉള്ളിലേക്ക് വലിച്ച് അത് കൂർമ്മത്തിൻ്റെ പ്രത്യേകതയാണ്. അങ്ങനെ ഭക്തിയോടുകൂടിയൊക്കെ ചെയ്യുമ്പോൾ വൈരാഗ്യം കുറച്ചായിട്ട് വരും. അങ്ങനെ വരുമ്പോഴോ കർമ്മങ്ങൾ വർണ്ണാശ്രമ ധർമ്മങ്ങൾ ചെയ്യുന്നതിനോടുള്ള ആസക്തി അങ്ങോട്ട് കുറയും. ഗുരുദേവ് പലപ്പോഴും പറയും, നിങ്ങൾ കർമ്മത്തെ ഉപേക്ഷിക്കണ്ട, പിന്നെ കർമ്മങ്ങൾ നിങ്ങളെ ഉപേക്ഷിച്ചോളൂ. പറിച്ചെറിയരുത്. സ്വാഭാവിക സപ്രഷൻ സബ്ലിമേഷൻ പറയുന്നതാണ്. സബ്ലിമേഷൻ ആകട്ടെ, സ്വാഭാവികമായിട്ട് ഇല്ലാതാകട്ടെ. മതിരാമത്തൻ ഉടുതുണി അഴിഞ്ഞു പോകുന്ന അറിയാത്തത് പോലെ ഇതൊക്കെ നമ്മെ വിട്ടുപോകട്ടെ. ഡേറ്റ് ഓർമ്മ വെച്ചാൽ കരുതെന്നർത്ഥം, വെച്ചാൽ പോയി എന്നർത്ഥം. ഇത്രാം തീയതി ഇത്ര അന്ന് മുതൽ ഞാൻ തീർച്ചയായിട്ടും. എന്തുകൊണ്ട്? അതിനെക്കുറിച്ച് എപ്പോഴും ബോധമില്ല. ഇന്ന് അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് 24 ദിവസമാകൂ, ഉറപ്പാണ് 30 ദിവസം തികക്കുകയല്ല. സ്വാഭാവികമായിട്ടത് സംഭവിച്ചുകൊണ്ടേ. എന്നിട്ട് സച്ചിദാനന്ദ സ്വരൂപത്തോടു കൂടിയ ഭഗവാനെ
ഭിന്നേഷു അഖില പദാർത്ഥേഷു അഭിന്നം വിനശ്യൽസു അവിനശ്വന്തം. നശിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളിൽ നശിക്കാത്തതായിട്ട് നിലനിൽക്കുന്ന ഒരു ചൈതന്യമുണ്ട്. അവിഭക്തം വിഭക്തേഷു എന്നല്ല ഉദാഹരണം പറഞ്ഞെന്ന് ആലോചിച്ചു. അവിഭക്തം വിഭക്തേഷു, മുറിച്ചു മാറ്റാവുന്ന അതിൽ മുറിക്കാനാവാത്തൊരു ഘടകം, അതാണ് ഭഗവാൻ. പിന്നെ വിശ്വമൂലം, വിശ്വമൂലമാണ്, പക്ഷെ അത് നിർമൂലമാണ്. എന്തുകൊണ്ട്? അതിന് കാരണം വേറെ ഇല്ല. അതുകൊണ്ടാണ് ഗുരുദേവൻ പറഞ്ഞത് എന്ത്? കോസ്ലെസ് കോസ്, പരമകാരണം, കാരണാന്തര നിരാസകാരണം. വിവേകചൂടാമണി അക്രൂരസ് തുടങ്ങുന്നിടത്തും ഇത് സൂചിപ്പിക്കും. എല്ലാ കാരണങ്ങൾക്കും കാരണമായ അതിനും അപ്പുറത്തുള്ള അത് ഇതി വിശുദ്ധം തദ്വിബോധം ലഭത്തെ. യഥാർത്ഥം ഈ അറിവ് വെളിപ്പെടും. നേരത്തെ പറഞ്ഞാൽ ഗുരുവിന് ഇതൊക്കെ ചൂണ്ടിക്കാണിക്കാനേ പറ്റൂ. തൻ്റെ ഉള്ളിലെ അജ്ഞാനത്തെക്കുറിച്ച് ബോധിപ്പിക്കും. അത് കഴിയുമ്പോൾ ഇത് അങ്ങോട്ട് തനിയെ സംഭവിക്കും. അതാണ് തദ്വിബോധം ലഭന്തേ. ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അല്ലേ ദക്ഷിണ തരുന്ന പോലെ ഏറ്റവും അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വന്നു, പ്രസാദം ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് ഉടനെ ഇങ്ങനെ ചരിഞ്ഞു നോക്കി അതെ എത്രയാ വെച്ചിരിക്കുന്നതെന്ന്. അതിനനുസരിച്ചാണ് ഇവിടുന്ന് എടുക്കുന്നത്. ഇവിടെ അല്ലേ വേറെ അല്ലാത്ത കാര്യമാണ് പറഞ്ഞത്. ഇവിടെ അങ്ങനെയാണ് വിചാരിക്കേണ്ടത്. ഇവിടെ നിവൃത്തി ഉണ്ടെങ്കിൽ ഇന്നലെ ഒരാൾ എടുക്കുമ്പോൾ തന്നെ പോക്കറ്റ് കൈയെടുത്തിട്ട് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് പറയാം, തമാശ എന്ന് വിചാരിച്ചാൽ മതി. ഒരിടത്ത് ഇത് പറഞ്ഞപ്പോൾ ഒരാൾ പറയുക, ഇങ്ങനെ പറയുന്ന ഒരു ആചാര്യനെ ആദ്യമായിട്ട് കാണുകയാണ്. ചെങ്ങന്നൂർ ഒരു വീട്ടിൽ അന്ന് ശാന്തി അവിടെ മാടവനെ അവിടെ ഒരാൾ പറഞ്ഞതാണ്, ഇങ്ങനെ പറയുന്ന ഒരു ആചാര്യനെ ആദ്യമായിട്ട് കാണുകയാണ്. മറ്റുള്ളവരൊക്കെ ദക്ഷിണയുമായിട്ട് വന്ന് പ്രസാദം വാങ്ങിച്ചോളൂ എന്നാണ് പറയാറുള്ളത്. മൂലത്തിനും മൂലമായത്, അതിനൊരു കാരണം വേറെയില്ല. എല്ലാ കോസേഷൻ ഹണ്ടിങ്ങും എന്ന് പറഞ്ഞാൽ കാരണാന്വേഷണവും ചെന്നെത്തി ഡെഡ് എൻഡ് എന്ന് പറയില്ലേ. ശങ്കരമംഗലത്തേക്ക് വരുമ്പോൾ ഡെഡ് എൻഡാണ്, ശാന്തി നിലയം ആവൂ. എക്സലന്റ്. ഇത് ഒറിജിനലിനെ വെല്ലുന്നതാണല്ലോ. നന്നായി. ഇതുപോലെയാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് പോകുന്നത്. കാരണാന്വേഷണം മുഴുവൻ വിജയകരമായി സമർപ്പിക്കപ്പെടുന്നു അല്ലേ. സക്സസ്ഫുൾ എൻഡിങ് ഓഫ് ഓൾ കോസേഷൻ ഹണ്ടിങ്. അത് പലർക്കും ഗീതയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി കൂടുതൽ നമുക്ക് സമയം കളയണ്ടെന്ന് അർത്ഥം അല്ലേ. പിന്നെ യോഗാസ്ത്രയാമയാ പ്രോക്ത എന്നുള്ള ഭാഗത്തെയാണ് ഇനിയും സൂചിപ്പിക്കുന്നത്. ജ്ഞാനം കർമ്മജ ഭക്തിച്ച നോപായോന്യോസ്തി. എന്താ അടുത്ത വാക്ക് മറന്നുപോയില്ല? കിഞ്ചന എന്നാണ്. നോപായോന്യോസ്തി കിഞ്ചന. വേറെ മാർഗമൊന്നുമില്ല എന്നർത്ഥം. നൃണാം ക്ഷയമായ അതും കൂടെ ഉണ്ട്. ഇപ്പം മറന്നുപോയി, നിൽക്കുന്നില്ല പഴയ പോലെ ഓർമ്മയൊന്നും. മനുഷ്യർക്ക് ക്ഷേമത്തിനായിട്ട് ഈ മൂന്നല്ലാതെ വേറെ ഫസ്റ്റ് ഇതാണ്. നോപായോന്യോസ്തി. വേറെ ഒരു മാർഗവും ഇല്ല, അതൊരു സംശയം ഉറപ്പിച്ച് പറഞ്ഞു പോകുന്നത്. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. എന്നിട്ടോ അത് ആർക്കൊക്കെയാണ്? വിഷയ നിർവിണ്ണാനാം ജ്ഞാനയോഗി അധികാരം. ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് ജ്ഞാനയോഗത്തിന് അധികാരി, കോമ്പിറ്റൻസ്. അധികാരം എന്ന് പറഞ്ഞാൽ കോമ്പിറ്റൻസ്, അതിനുള്ള അർഹത. അതേസമയത്ത് വിഷയാസക്തന്മാരോ ദേഹബുദ്ധി കൂടുതലുള്ളവർക്ക് ഭഗവാൻ തന്നെ ഭക്തിയോഗം പറഞ്ഞു തുടങ്ങിയത് ആദ്യം പറഞ്ഞത് എന്തുവാ? ക്ലേശോധികതരസ്തേഷാം അവ്യക്താസക്തചേതസാം അവ്യക്താഹിഗത് ദുഃഖം. ആർക്ക്? ദേഹവദ്ധി
ദേഹത്തിലിരിക്കുന്നവർക്കെന്നല്ല, പിന്നെ ദേഹാഭിമാനം ഭീമന് ഉണ്ടായിരുന്നു സ്വല്പം. എപ്പോഴാണ് മാറ്റി കൊടുത്തത്? ജരാസന്ധവധത്തിന് തൊട്ടുണ്ട്. അതുപോലെ ഓരോരുത്തർക്കുണ്ട്. പിന്നെ ഈ രണ്ടും കെട്ടതെന്നൊരു പ്രയോഗമുണ്ടല്ലോ, നമ്മളത് ഇതായിട്ടാണ് പറയാറില്ല. പക്ഷെ ഇവിടെ നല്ല അർത്ഥത്തിൽ അത് പറയാം. രണ്ടും കെട്ടവർക്ക് ഏത്? അവർക്കാണ് ഭക്തിയോഗം എന്ന് പറഞ്ഞാൽ ദേഹാഭിമാനം മുഴുവൻ വിട്ടിട്ടില്ല, ഒരു 5% ബാക്കിയിരിക്കുന്നു. പിന്നെ അതുപോലെ കർമ്മത്തിലെ ആസക്തിയൊക്കെ വിട്ടു. പക്ഷെ ഇപ്പോഴും ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്യിക്കുമ്പോഴൊക്കെ എന്തോ ഒരു സുഖം. അതും രോഗലക്ഷണമാണേ, തെറ്റിദ്ധരിക്കരുത്. വൈറസ് മുഴുവൻ പോയിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം. പണ്ട് നമ്മുടെ ഒരു സുഹൃത്ത് എന്തോ വൈഫിൻ്റെ അവർക്ക് ഇപ്പോഴും ഈ കാണിക്കപ്പെട്ടി പൈസ ഇടുന്ന സ്വഭാവമേ ഉള്ളൂ. സ്വന്തം നമ്മുടെ അല്ലേ പ്ലീസ്, വേറൊരാൾ പറഞ്ഞതാണ്. ഇപ്പോഴും ചില്ലറ കൊണ്ടുപോയി ഇങ്ങനെ ഓരോ പെട്ടിയിൽ ഇടുന്ന തലത്തിൽ നിൽക്കുന്നേ ഉള്ളൂ എന്ന് ഭാര്യയെക്കുറിച്ച് പറഞ്ഞു. അവരെ മോശമാക്കി പറഞ്ഞതല്ല, ലെവല് മാറുന്നില്ല, ഇതാണ് സൂചിപ്പിച്ചത്. ഇതൊക്കെ ലെവല് മാറാനുള്ളതാണ്. അത് അങ്ങനെയുള്ളവർക്ക് ഭക്തിയോഗം ഭജേയം, അങ്ങോട്ട് ഭക്തിയോഗത്തെ മുഴുവൻ പിടിച്ചോളൂ. അമീഷാം ഭക്തിയോഗഹാഹി. 20-ാം അധ്യായത്തിലെ 6, 7, 8 ശ്ലോകങ്ങൾ ഗംഭീരമാണ്. അതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ സമയക്കുറവ് കൊണ്ട് അതാത് സമയത്ത് നേരത്തെ പണ്ട് പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരിക്കൽ ജ്ഞാനകാണ്ഡത്തിന് മാത്രം ഒരു സപ്താഹം സാധിക്കുമെങ്കിൽ അന്ന് നമുക്ക് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അടുത്ത ജന്മത്തിലെങ്കിലും സാധിക്കുമായിരിക്കും എന്ന്. ഒരാളുടെ അനുഗ്രഹം കിട്ടി. അങ്ങനെ അപ്പം അടുത്ത ജന്മം ഉണ്ടെന്ന് ഉറപ്പായില്ലേ? പോട്ടെ. എന്നിട്ട് എന്താ? മർത്യലോകെ ജ്ഞാനം ത്വദ്ഭക്താം വാ സുഹൃതവശാദിലഘു ഭാഗ്യോദയേന ബഹുജന്മസമാർജിതേന സത്സംഗമേവ ലഭതേ. അപ്പോൾ മാത്രമേ ഇതൊക്കെ സാധിക്കൂ. അങ്ങനെ പൂർവജന്മ പുണ്യം കൊണ്ട് ലഭതേ പൗർവദേഹികം പൂർവാഭ്യാസേന തേനൈവ പ്രാഗ്ജന്മന് അനുശിക്ഷിതം. എത്രയോ വാക്കുകൾ ഗീതയിലും ഒക്കെ നമ്മൾ കണ്ടു. അതാണ് സൂചിപ്പിച്ചത്. അതുകൊണ്ട് എന്താ? നാരകാവ സ്വർഗത്തിലും നരകത്തിലും ഒക്കെ പെട്ടുപോയിരിക്കുന്നു കുടുങ്ങിപ്പോയ ആളുകൾ മർത്യജന്മത്തെ ആഗ്രഹിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു ഭാഗവത്തിലെ അഘോ അമീഷ എന്ന് പറഞ്ഞു. കലികാലത്ത് ഭാരതഖണ്ഡത്തിൽ മനുഷ്യജന്മം കിട്ടാൻ ഇവര് ഭാഗ്യം കാണിച്ചു. അല്ല, ദേവന്മാരവിടെ ഞങ്ങളാണ് ഇവിടെ കുടുങ്ങിക്കിടക്കുക, ഇവിടുന്ന് രക്ഷയില്ല. അത് ഇവിടുന്ന് അമേരിക്കയിൽ പോകാൻ കാത്തിരിക്കുന്നവരുടെ കൂട്ടാണ്. അവിടെ ആണെങ്കിൽ ആളുകൾ ശാന്തി സമാധാനം തേടി ഇങ്ങോട്ട് വരിക. ഇവിടെ ഉള്ളവർക്കോ ജീവിതാഭിലാഷമാണ്. അതുപോലാണിത്. സ്വർഗത്തിൽ പോകാൻ അവരിങ്ങെങ്ങനെയെങ്കിലും ഭാരതഭൂമിയിൽ ഒരു പുല്ലായിട്ടെങ്കിലും. ഇവിടെ പുല്ലുജന്മമല്ല, മനുഷ്യജന്മം കിട്ടിയിട്ട് അതിനെ കളഞ്ഞിട്ട് സ്പൃഹയതി എന്ന് പറഞ്ഞതാണ്. വലിയ ആഗ്രഹത്തെയാണ് സ്പൃഹ, നേരത്തെ പറഞ്ഞ വാക്കാണ്. ജലനിധി പോതായനെ മർത്യദേഹേ ദൈവാത് ആവിഷ്ട. ഇത് നേരത്തെ പറഞ്ഞ ശ്ലോകമാണ് അല്ലേ. നിർദേഹമാദ്യം സുലഭം സുദുർലഭം പ്ലവം സുകൽപ്പം ഗുരുകർണധാരം മയാനുകൂലേന തപസ്വതേരിതം പുമാൻ ഭവാബ്ധിം ന തരേത് സ ആത്മഹ. ഇത്രയൊക്കെ സൗകര്യം ഉണ്ടായിട്ടും ഈ മനുഷ്യജന്മത്തെ ഇതിനുപയോഗിക്കാത്തവരൊക്കെ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിലോ ഒരു മനുഷ്യജന്മത്തെ കിട്ടിയിട്ട് അതിനെ കവഞ്ഞു കുളിക്കുന്നു. അതാണ് ഇവിടെ അവിടെ എന്താ പ്രത്യേകമായിട്ടുള്ളത്? ഗുരു കർമ്മധാരം. എത്രയോ സ്ഥലങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഗുരുവിനെ സമാശ്രയിക്കേണ്ടതിൻ്റെ പ്രാധാന്യം. അത് മാത്രമേ ജീവിതത്തിൽ ആചാര്യവാൻ പുരുഷോ വേദ. അറിവ് വേണോ? ഗുരുവിനെ സമീപിക്കൂ.
ത്വം അനുഗുണവാദായുധ താരേഥ, ഞങ്ങളെ അക്കരെ എത്തിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അവ്യക്തമായ മാർഗം, നേരത്തെ പറഞ്ഞ ക്ലേശോധിക തരശേഷം, അതാണ് സൂചിപ്പിക്കുന്നത്. കേവല ജ്ഞാനലുബ്ധാഹ, വേണ്ടത്ര ഭക്തി വളരാതെ ജ്ഞാനത്തിലേക്ക് എടുത്തു ചാടിയവര്, അവരെ ഉപനിഷത്ത് കൊണ്ടും അതുപോലുള്ള രചനകളെയൊക്കെ കൊണ്ട് യുക്തികളെയൊക്കെ കൊണ്ട് അവ്യക്തം മാർഗേന്ദ, അവർക്ക് എളുപ്പമല്ല എന്നർത്ഥം. ക്ലേശോധിക തരശേഷ എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ സ്വീകരിക്കും. പിന്നെ അവർക്ക് എന്ത് വരും? ബഹുതര ജനുഷാം അന്തേ ഏവ സിദ്ധ ജനനാന്ത്യേന നിത്യഗതി എന്നർത്ഥം. അതുകൊണ്ട് കർമ്മയോഗ അഭി പരമഫലേ ദൂരസ്ഥ. അതുകൊണ്ട് മോക്ഷത്തിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ കർമ്മയോഗം മോക്ഷത്തിൽ നിന്ന് ഒരുപാട് ഇതുണ്ട് എന്നർത്ഥം അല്ലേ? നേരത്തെ പറഞ്ഞ അഭിക്രമനാശം പ്രത്യേകമായ ദോഷമൊക്കെ സംഭവിച്ചാൽ ഈ സ്നേഹിക്കാൻ ലാഡേഴ്സ് എന്താ ഏണിയും പാമ്പും കളിക്കുമ്പോൾ എത്തി എന്ന് വിചാരിക്കും. അപ്പോഴാണ് ടികിടുകിടു ദാ കിടക്കുന്നു, സീറോയ്ക്ക് അപ്പുറത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് സീറോയിൽ ഇറങ്ങിയതാണ്. ഇതുപോലെയാണ് കർമ്മത്തിൽ എപ്പോഴും അപകടം പതിയിരിക്കുന്നത്, അതും സൂചിപ്പിച്ചു. പക്ഷെ ഭക്തിയോഗമോ ആമൂലാദേവഹൃദ്യ, ടോപ്പ് ടു ബോട്ടം പലകൊണ്ട് ഇത് സൂചിപ്പിക്കപ്പെട്ടുള്ളതാണ്. തന്നെയല്ല ത്വരിതം ഭവത് പ്രാപക. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ആമൂലാഗ്രം സ്വീറ്റാണെന്ന് മാത്രമല്ല, പിന്നെ ഭഗവത് പ്രാപ്തിക്ക് ഏറ്റവും ദി ബെസ്റ്റ്, നേരത്തെ പറഞ്ഞില്ലേ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ വെച്ച് വേണം സൂപ്പർലൈസ്. ദി ബെസ്റ്റ് മീൻസ് അത് നല്ല പ്രയോഗമാണ്. അത് എനിക്ക് വർദ്ധത, ഇത്ര മനോജ്ഞമായ അല്ലേ, മനോജ്ഞം എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. എവിടെയാ അത് മറന്നുപോയി. ഭക്തിമാർഗം മനോജ്ഞം, ആരാണിയും പഠിച്ചവർ പറയട്ടെ. ഭക്തിമാർഗം മനോജ്ഞം, ഇത്ര മനോഹരമായിട്ട് ത്വത്പ്രേമാത്മക ഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി, ഇത്ര സ്വാദിഷ്ടവും ശ്രേയസ്കരവുമായ മാർഗം വേറെ എന്തിരിക്കുന്നു. പിന്നെ ധ്യാനവും അതുപോലെ പ്രയാസമുള്ളതാണ്. എന്തുകൊണ്ട്? എപ്പോഴാണ് യഥോ ഉറപ്പിച്ച് പറഞ്ഞ ഉടനെ വേദവ്യാസ ഭഗവാൻ അവിടെ തന്നെ പറഞ്ഞു തന്നെ, എന്ത് യഥോ നിശ്ചരതി മനഃ ചഞ്ചലമസ്ഥിരം. ചഞ്ചലവും അസ്ഥിരവുമായ മനസ്സ് എപ്പോഴെപ്പോൾ അബദ്ധമാർഗം അല്ലേ, അബദ്ധം എന്ന് പറഞ്ഞാൽ വഴി, കുബദ്ധം വേറെ, അബദ്ധം രണ്ടാണ്. അപ്പോഴപ്പോഴും അതിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയണം. പക്ഷേ ബ്രഹ്മതത്വം ഉറച്ചവർക്ക് ത്വത്പാദഭക്തിയും ശരണം. അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത്, എല്ലാ ആചാരാനുഷ്ഠാനങ്ങളുടെയും പിന്നിൽ തത്വബോധം അകമ്പടിയായിട്ട് എത്രയോ തവണ നമ്മൾ കണ്ടു കഴിഞ്ഞു എന്നർത്ഥം. പക്ഷെ കർമ്മത്തിൽ ഉടക്കി കിടക്കുന്നവർക്ക് ധർമ്മബോധത്തിൽ അതൊക്കെ ഇങ്ങനെയൊക്കെ പറയും, നമുക്ക് ഇതിൽ മാത്രമാണ്. പാവം പ്രാചീന വർഗീസിനെ ഇതൊന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടേ അവസാനം ഭീഷണി വേണ്ടി വന്നു. 18 അടവിൽ ഒടുവിൽ എന്ത് ഭീഷണി? യാഗത്തിൽ കൊല ചെയ്യപ്പെട്ട കാണിച്ചു കൊടുത്തു. ഇത്തിരി ചെപ്പടി വിദ്യയൊക്കെ ആശാന്റെ കയ്യിലുണ്ടായിരുന്നു, കാണിച്ചു കൊടുത്തു. അങ്ങോട്ട് ചെല്ലാൻ അവരൊക്കെ കാത്തിരിക്കുക. അങ്ങ് ചെല്ലുക, ഉപായമുണ്ടോ അപായമുണ്ടോ? ഉപായമുണ്ട്, വരൂ. ഇങ്ങനെയാണ് വിളിച്ച് പുരഞ്ജനോപാഖ്യാനം വേണ്ടി വന്നത്. അതുകൊണ്ട് ആചാരാനുഷ്ഠാനങ്ങൾ ബ്രഹ്മബോധത്തോടുകൂടി
ചെയ്യാൻ കഴിയണം, അല്ലെങ്കിൽ ഈ അപകടം ഉണ്ട്. അതുകൊണ്ട് അഭ്യാസാദാശു വശീതം. അതിനെന്ത് വേണം? ത്വത്കൃപാചാരം. ഭഗവാന്റെ കാരുണ്യം കൂടെ ഉണ്ടെങ്കിലേ അത് സാധിക്കുകയുള്ളൂ. പിന്നീട് പറഞ്ഞു നിർവിണ്ണ കർണമാ, അത് സൂചിപ്പിച്ചു. ഇതൊന്നും അങ്ങനെ ഉറപ്പ് വരാത്ത ഒരാളിന് എന്ത് ചെയ്യും? കഥാശ്രവണം, നാമസങ്കീർത്തനം, അതിൽ ശ്രദ്ധ വയ്ക്കൂ. ഭഗവത് കഥകളെ കേട്ട് കേട്ട് ഈ ഉറപ്പ് വരും, യാതൊരു സംശയവുമില്ല എന്നർത്ഥം. പക്ഷേ ശ്രദ്ധ ഉണ്ടെങ്കിലും അവരെന്ത് ചെയ്യും? കാമാൻ ഹാതും ന ശക്നോമി, തൻ്റെ കാമങ്ങളെ കർമ്മങ്ങളിലേക്ക് തള്ളിവിടുന്ന ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അവരറിയാതെ തന്നെ അതിലേക്ക് നേരത്തെ പറഞ്ഞില്ലേ, ബലാധിവ അവശ്യം പ്രകൃതിർവശാത് എന്നൊക്കെ സൂചിപ്പിച്ചത്. അറിയാതെ പോവാ. നേരത്തെ അജാമിളൻ്റെ കഥയൊക്കെ നമ്മൾ പറഞ്ഞു. ഗൃഹ ധന ധാന്യ പുത്ര മിത്, വലിയൊരു ലിസ്റ്റുണ്ട്. അതിൽ ഒന്ന് വിട്ടാൽ മറ്റേതിലോട്ട് പോകും. ഭാര്യയുടെ കാര്യത്തിലൊരു സമാധാനമായി. പക്ഷെ പിള്ളേർ അതും പോട്ടെ, കൊച്ചുമക്കളുടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്കൊന്നും വിടാൻ പറ്റുന്നില്ല. മറ്റേത് ഒരു ഭാര്യയുടെ ഒരുവിധം സമാധാനമായി, മക്കളുടേതുമായി. പക്ഷെ കൊച്ചുമക്കളെ വിടാൻ പറ്റുന്നില്ല. അതാണ് സൂചിപ്പിച്ചത്. ഞാൻ ശക്നോമി എന്ന് തന്നെയാണ് ഉപയോഗിച്ച വാക്ക്. അതുകൊണ്ട് എന്ത് വേണം? ഒറ്റ വഴിയേ ഉള്ളൂ. നിശ്ചയേന ത്വയി നിഹിതമനാഹ. പ്രത്യേകം ശ്രദ്ധിക്കുക വാക്ക്. സനിശ്ചയേന യുക്തം. ഗീതയിൽ ഉപയോഗിച്ച അതേ വാക്ക്. ഉറച്ച നിശ്ചയം വരണം. ഏത്? ബുദ്ധിയിൽ ഈ ഉറപ്പ് വരണം. അതിന് ശാസ്ത്ര പഠനം, ഒരു അനുഗ്രഹം, നേരത്തെ പറഞ്ഞ സന്തതാഭ്യാസം, ഇതെല്ലാം വേണം. അങ്ങനെ വരുമ്പോൾ എന്ത് വരും? ദോഷബുദ്ധിയ താൻ ഭജൻ. ഇതിലൊക്കെ ദോഷത്തെ കാണാൻ കഴിയും. ഏതിലൊക്കെ? വിഷയങ്ങളിലൊക്കെ ഈ ദോഷം പതിയിരിക്കുന്നു എന്നോർമ്മിച്ചു. ആ ദോഷബുദ്ധി ഉണ്ടാകണം. എന്നിട്ടോ ഭക്തിം ഏവ പുഷ്ണീയ, ഭക്തിയെ പോഷിപ്പിക്കാനുള്ള എന്താ ചില മരുന്നുകളൊക്കെ ഉണ്ടല്ലോ, പ്രോട്ടീൻ കൂടുതൽ ചെല്ലാനൊക്കെയുള്ള, അങ്ങനെ അതിനെയൊക്കെ കഴിച്ച് ഇവിടെ ഇതിനെ ഭക്തിയെ പോഷിപ്പിക്കാം. പക്ഷെ ഒരുറപ്പുണ്ട്. എന്ത്? ത്വയി ഹൃദയഗതേ സംഗാമക്ഷു. ഞാൻ എത്ര കസർത്ത് കാണിച്ചിട്ടും കാര്യമില്ല, ഭഗവാൻ ഉള്ളിലിരുന്നു കൊണ്ട് എന്നെ അനുഗ്രഹിച്ചുകൊണ്ട്. ഇങ്ങനെയാണ് അനുഗ്രഹം അല്ലേ? അഭയസ്ഥ. ചിലർക്ക് കാണുന്നില്ല, ഒരു പടവും കൂടെ വരയ്ക്കും. ഏത്? ഒരു ഇത് ഈ ഉറപ്പ് വേണമെന്നർത്ഥം. ഭഗവാന്റെ അനുഗ്രഹം എനിക്ക് എപ്പോഴും ഉണ്ട്. ഗ്രേസ് ഗ്രേസ്. പിന്നാണ് ഭിക്ഷുഗീത. ഏകാദശത്തിലെ 23-ാമത്തെ അധ്യായത്തിലെ ഭിക്ഷുഗീതയാണ് പിന്നെ വിഷയം. വൺസ് അപ്പോൺ എ ടൈം എന്ന് പറഞ്ഞ് പ്രാക്കച്ച് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന അതാണ്. അത് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ? ആർക്കും കൊടുക്കാതെ പതിവ്രതയാം ഭാര്യയെ അതുപോലൊക്കെ ആർക്കും ഒന്നും കൊടുക്കാതെ അവസാനം എല്ലാം അവിടെ പല വഴിക്കും അങ്ങോട്ട് പോയി. തേനീച്ച കൂട്ടി വെച്ചതുപോലെ എല്ലാം പോയി കഴിഞ്ഞപ്പോൾ ചേതോമേ ദുഃഖഹേതു അല്ലേ ഉറപ്പിച്ചു. ചേതഖല്വസ്യ കാവിലും പറഞ്ഞപ്പോൾ പറഞ്ഞു, അത് തന്നെ ഇവിടെ വെച്ചു. ചേതോമേ ദുഃഖഹേതു. കാലമോ കർമ്മമോ ഗ്രഹമോ ഇതൊന്നുമല്ല. ഇപ്പം 7 ശനിയിൽ ജന്മശനിയിൽ കണ്ടകശനിയും കൂടാണ്. അപ്പം ഞാനിത് അനുഭവിച്ചേ മതിയാകൂ. കഴിഞ്ഞു. ഇന്നലെ അങ്ങോട്ട് പോയതോടുകൂടി അങ്ങോട്ട് നല്ല സന്തോഷത്തോടെയാണ് പോയത്. എവിടെ?
ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാം സന്തോഷവും പോയി. എന്തുകൊണ്ട്? ജ്യോത്സ്യൻ പറഞ്ഞു 13.5 കൊല്ലം ഇത് അനുഭവിച്ചേ മതിയാവും. ദക്ഷിണ ഇത്തിരി കൂട്ടി തന്നാ 13.5 ഇത്തിരി കുറയ്ക്കാവോ ജ്യോത്സ്യരെ? നോക്കട്ടെ. അത് കുറച്ച് കൊടുത്തു. 7.5 കൊല്ലമാക്കി കൊടുത്തു. കാലവും ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ യാതൊരു സംശയം വരരുത്. ഇത് പഠിക്കുകയും ചെയ്യും. പിറ്റേ ദിവസം തലേ തുണി ഇട്ടുകൊണ്ട് ജ്യോത്സ്യൻ്റെ അടുത്ത് പോവുകയും ചെയ്യും. അത് ഉള്ളിലോട്ട് കിടക്കുന്നില്ല. കുറേ പ്രസംഗിച്ച് നടന്നു. പക്ഷേ കാലവുമില്ല. കാരണം ഇതൊന്നും ഗംഭീരമാണ്. ഇതൊക്കെ പഠിക്കണം. ചെയ്തോമേ ഇതൊന്നും എൻ്റെ മനസ്സാണ് എൻ്റെ ദുഃഖത്തിന് കാരണം. എന്തുകൊണ്ട്? മനസ്സിൻ്റെ അവസ്ഥയാണ് സുഖദുഃഖങ്ങളുടെ അളവുകോൽ. അല്ല സുഖോമീറ്റർ ദുഃഖോമീറ്റർ ഒന്നും മാർക്കറ്റിൽ കിട്ടില്ല. അളന്ന് നോക്കാനേ എത്ര ഡിഗ്രി പനി വന്നു എന്ന് എടുത്തു വെച്ചു. എത്ര 98 അങ്ങനെ കണ്ട് പറയില്ല. എന്തൊരു കണക്ക്. മനസ്സടങ്ങിയാൽ സുഖം, മനസ്സ് ക്ഷോഭിച്ചാൽ. അപ്പോൾ ഒരു പ്രത്യേക വ്യക്തിയുടെ സാന്നിധ്യമോ പ്രത്യേക ഒരു സംഭവമോ ഒന്നുമല്ല. പണ്ടത്തെ ഒരു അനുഭവം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നടന്ന സംഭവമാണ്. പണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ്. അമ്മ ട്രെയിനിന് തിരിച്ചു എന്ന് ടെലിഗ്രാം വന്നു. പക്ഷെ ഇവിടെ കിട്ടിയത് അമ്മ മരിച്ചു എന്നാ. പണ്ടിട്ട് നടന്ന സംഭവമാണ് നമ്മുടെ നാട്ടിൽ ചെങ്ങന്നൂര്. നമുക്കറിയാവുന്ന നടന്ന സംഭവം, വെറുതെ കഥയല്ലാന്ന്. മദർ എക്സ്പയർഡ്. ഇവിടെ വേണ്ട അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് പേപ്പറിലൊക്കെ വന്നതാണ് ഈ സംഭവം. വീട്ടിൽ ഇതൊക്കെ ഇട്ട് എന്നിട്ട് അടുത്തതല്ലോ കേരള എക്സ്പ്രസ്. ചെങ്ങന്നൂർ നടന്ന സംഭവം. കേരള എക്സ്പ്രസ് 21-ാം തീയതി. അപ്പോൾ ഉറപ്പിച്ചു എന്ത്? ബോഡി 21-ാം തീയതി കേരള എക്സ്പ്രസ്സിന് വരുന്നു. അപ്പോൾ വലിയ ആംബുലൻസും ഒക്കെ ഇതാക്കി വെച്ച് കുറേ ആളുകളും ഒക്കെ കൂടെ പോയി. മകൻ്റെ വീട്ടിലായിട്ടാണ് കൊണ്ടിരുന്നത്. മകൻ വളരെ വിഷാദമൂകനായിട്ട് അവിടെ, കാരണം ഡെഡ് ബോഡി എപ്പോഴും മറ്റേ ബ്രേക്ക് വാനിലാണ് കൊണ്ടുവരാറുള്ളത്. ബ്രേക്ക് വാനിൻ്റെ അവിടെ ചെന്ന് നിന്നു. അമ്മ ഇപ്പം നോക്കിയിട്ടൊന്നുമില്ല. അപ്പം ഗാർഡിനെ തട്ടി വിളിച്ചിട്ട് ചോദിച്ചു, ഇന്ന് ഡെഡ് ബോഡി ഒന്നും വന്നിട്ടില്ലേ? ഇല്ലില്ല, ഇന്നൊന്നുമില്ല. ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ലൈവ് ബോഡി. സത്യം നടന്ന സംഭവമാണ്. ഒരാൾ സർട്ടിഫൈ ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ ആയിരിക്കും നമ്മൾ തമാശ പറയാൻ. നോക്കിയപ്പോഴേ അമ്മ നല്ല ശുഭ്ര വെള്ള മുടി നരച്ച് നല്ല അമ്മയെ കണ്ടിട്ട് എന്താ മോനെ ഇത്? ഒന്നുമില്ല അമ്മേ, ഒന്നുമില്ല. അല്ല എന്താ ഉണ്ട് പറയും മോനെ. ഇല്ല ഒന്നുമില്ല അമ്മേ. അങ്ങോട്ട് ചെല്ലുന്നപ്പോൾ അമ്മ നോക്കിയപ്പോൾ കുറേ ആൾക്കാരും ഉണ്ട്, ആംബുലൻസും ഒക്കെ കിടക്കുന്നു. വീട്ടിൽ ചെന്നപ്പോഴോ കിടത്താനുള്ള ഇല വരെ വെട്ടി വെച്ചിട്ടുണ്ടോ? സത്യമാണ്. അപ്പൊ അമ്മ മരിച്ചത് കൊണ്ടല്ല ഇവിടെ ദുഃഖം ഉണ്ടായത്. അമ്മ മരിച്ചു എന്നൊരു തെറ്റായ വാർത്ത കിട്ടിയത് കൊണ്ടാണ്. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ഒരു സംഭവം നടന്നതല്ല ദുഃഖം ഉണ്ടാക്കുന്നത്, അതിനെക്കുറിച്ചുള്ള ഒരു തെറ്റായ വാർത്ത ഉള്ളിൽ വന്നതാണ്. ഇതുപോലാണ് എല്ലാം. ഒരു സംഭവമോ ഒരു വ്യക്തിയോ ഒന്നുമല്ല നമുക്ക് സുഖദുഃഖങ്ങളെ ഉണ്ടാക്കുന്നത്. നമ്മുടെ മനസ്സ് ആ വാർത്ത കിട്ടിയപ്പോഴത്തെ നമ്മുടെ മനസ്സ് ക്ഷോഭിച്ചു, ദുഃഖമായി. അതാണ് ചേതോമേ ദുഃഖക്കേതു. അതുകൊണ്ട് മനസ്സാണ് എന്ന് ഉറപ്പിച്ചിട്ട് ആത്മാവിൽ കർത്തൃത്വ ഭോക്തൃത്വങ്ങൾ ആരോപിക്കുന്നതുകൊണ്ടാണ് ഈ ദോഷമൊക്കെ ഉണ്ടാകുന്നത്. അതുപോലെ ആത്മാവിൽ ഈ ദോഷങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ യാതൊരു ദോഷവും ഇല്ല. അങ്ങനെ ഒരു മനഃശാന്തി, താദൃശ്യം ചിത്തശാന്തി മേ കുരു, അങ്ങനെ ഒരു സമാധാനം എനിക്ക് കിട്ടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അയളഗീതയും കൂടി ആ കൂട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. ഇളാസുദ്ദിമ്നൻ, ആണും പെണ്ണും മാറി മാറി അങ്ങനെ പെണ്ണായിട്ടിരുന്ന കാലത്തുണ്ടായ ആളാണ് പുരൂരവസ്. അതുകൊണ്ടാണ് ഐളൻ, ഇളാപുത്രൻ എന്നുള്ള അർത്ഥത്തിൽ. അദ്ദേഹമാണ് നേരത്തെ പറഞ്ഞത് അർത്ഥത്തെ സൂചിപ്പിച്ചു, ഇത് കാമത്തെ സൂചിപ്പിക്കുന്നു. ഉർവശിയോടുള്ള അമിതമായ ആവേശം. ഉർവശി നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ വിരക്തി വന്നിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്
പുരുഷ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ യുവതി സുഖം ക്ഷുദ്രം ഏവാ എന്നർത്ഥം. ഇതുപോലെ ഗംഭീരമായിട്ടൊരു യയാതിഗീതമുണ്ട് ശ്രീമദ് ഭാഗവതത്തിൽ എന്നർത്ഥം. വിരക്തി വന്നു കഴിഞ്ഞപ്പോൾ യയാതിയുടെ ഒരു ഗീതം കാണാം എന്നർത്ഥം. അപ്പോൾ മനസ്സിലായി ഇതൊക്കെ ക്ഷുദ്രമാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ആ തിരിച്ചറിവ് വന്നതോടുകൂടി ത്വദ്ഭക്തിം പ്രാപ്യ പൂർണ്ണ, ഭഗവാനിൽ ഭക്തി പൂർണ്ണമായി. എന്നിട്ടോ സുഖകരമചരുത്, പിന്നെ പരമാനന്ദ സന്തോഹലക്ഷ്മിയും പീയൂഷാപ്ലാവിതോ ആ ഭാവത്തിലേക്ക് ഇങ്ങനെ. എന്തുകൊണ്ട്? നിരപേക്ഷ ആനന്ദം, ആ വാക്ക് ശ്രദ്ധിക്കണേ എന്ന്, അൺകണ്ടീഷണൽ ബ്ലിസ് അതനുഭവിക്കാൻ തുടങ്ങി. അൺകണ്ടീഷണൽ എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെയും അപേക്ഷയില്ലാതെ, മുൻവിധി കൂടാതെ. ഗുരുവായൂരപ്പ എനിക്കും ഉദ്ധൂത സംഘം ഭക്തോത്തം സംക്രിയാഹ, എല്ലാ സംഘങ്ങളും വിട്ട് എന്നെയും അതുപോലൊരു ഉത്തമ ഭക്തൻ, ഉത്തമ മധ്യമ പ്രാകൃത ഭക്തന്മാരുടെ ലക്ഷണമൊക്കെ നിമീ നവയോഗി സംവാദത്തിൽ ഉണ്ട്. പക്ഷെ ഇപ്പം എന്താ കുഴപ്പം? ഹന്ത അയ്യോ മേ രോഗാൻ ഒരു, ഇതിനൊക്കെ ഇപ്പം തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു സാധനമുണ്ട്. എന്ത്? രോഗം. അതുകൊണ്ട് രോഗം ഇല്ലാതാക്കി തരണേ. ഇപ്പം രോഗം ഇല്ലാതാക്കിയിട്ട് വിഷയസുഖത്തിന് പോകാനല്ല, പിന്നെ ഇതിന് തടസ്സം സൃഷ്ടിക്കുന്നു. അല്പമെങ്കിലുമൊക്കെ ഇതുള്ള സമയത്ത് ശരീരത്തിൻ്റെ അവസ്ഥ ബാധിക്കും. കാരണം ശരീരവും മനസ്സും അതുപോലെ ചേർന്ന് കിടക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് 96-ാമത്തെ ദശകം സമർപ്പിക്കുന്നത്. ബാക്കി നമുക്ക് നാളെ രാവിലെ പഠിക്കാൻ കഴിയട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് 6-ാം ദിവസത്തെ യജ്ഞം ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ, ഗുരുനാഥൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. അതിവിശിഷ്ടമായ ജ്ഞാനകാണ്ഡത്തെ നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് കാണാൻ നമ്മൾ ശ്രമിക്കുന്നു. എന്തെങ്കിലുമൊക്കെ നല്ല വാക്ക് കേട്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ചിന്മയ വൈഭവം. അരുതാത്ത വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാരായണീയം പഠിക്കാത്ത, ഭാഗവതം പഠിക്കാത്ത വ്യക്തിയുടെ ജൽപ്പനങ്ങൾ ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കയേന വാചാ മനസ്സേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരു